ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി സോയാബീൻ മസാലയാണ്. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം തൊലി കളഞ്ഞ് വൃത്തിയാക്കിയ ഒരു സവാള പൊടി പൊടിയായി ചെറുതായി അരിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് വേണം. അതിന് പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളകും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കുക. അടുത്തതായി ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത്രയും വെജിറ്റബിൾസാണ് നമ്മളുടെ ഈ ടേസ്റ്റി സോയാബീൻ മസാലയിലേക്ക് നമുക്ക് ആവശ്യമായി വരുന്നത്. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരണം. ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ആദ്യം സവാള ചേർക്കുക. സവാള നന്നായി വഴണ്ട് വരണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ സവാള വഴറ്റിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർക്കണം. ആദ്യമായി നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു, ആവശ്യത്തിന് ചേർക്കുക. അതിനുശേഷം ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് പൊടി ചേർക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഗരം മസാലപ്പൊടിയാണ്. ആവശ്യത്തിന് ഗരം മസാല ചേർക്കുക. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡർ, കളറിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം കുരുമുളക് പൊടിയും കൂടി നമ്മൾ ചേർക്കുക. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മുന്നേ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഫ്രഷ് കറിവേപ്പിലയും നമ്മൾ ആഡ് ചെയ്യുക. പൊടികളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതെല്ലാം നന്നായി വഴറ്റണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻ്റായ സോയാബീൻ ചേർക്കുക. സോയാബീൻ നന്നായി വഴറ്റുക. ഇനി സോയാബീനിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എല്ലാം ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ നമ്മളുടെ ടേസ്റ്റി സോയാബീൻ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത്